ഹമീർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മുല്ലക്കൽ, ആലപ്പുഴ. ഒരു നൈറ്റ് ലൈഫ്, ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ആലപ്പുഴയിൽ ഇനി എപ്പോഴും എറണാകുളത്തൊക്കെ പോകണം. ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷം വരുമെന്ന് പറഞ്ഞതാണ്. ഇത് മെയിൻ ആയിട്ട് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പരാതിയാണ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ നമ്മുടെ ഈ പ്രായത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. നമ്മളിപ്പോ പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാല് എനിക്കറിയാം, തായ്ലൻഡിലൊക്കെ വൺ സെറ്റപ്പാണ് അവിടെയൊക്കെ നൈറ്റ്. പകലാണോ രാത്രിയാണോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ വൈബൊക്കെ. പക്ഷെ ഇവിടെ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട്, നൈറ്റ് ലൈഫ് വരുന്നു എന്ന് പറഞ്ഞു. ഉദ്ദേശിക്കുന്നത് നഗരസഭേന്റെ ആണോ? അതെ അതെ, നഗരസഭയുടെ നൈറ്റ് ലൈഫ് വരുന്നത്. ഇപ്പൊ നമ്മുടെ നഗരത്തില് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല എന്നുള്ളത്. അത് പൊതുവെ കഴിഞ്ഞ ഡിസംബറിലാന്ന് തോന്നുന്നു അല്ലെ? കഴിഞ്ഞ ഡിസംബറിൽ വരുമെന്ന് പറഞ്ഞു. ഇതുവരെ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക, ഇപ്പം ഒരു ടൈമിന് മുമ്പ് ഇരുന്ന ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു ആലപ്പുഴ നഗരസഭയിൽ, സൗമ്യരാജും സ്ഥലം MLA തമ്മിലുള്ള ചെറിയൊരു ക്ലാഷ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ആലപ്പുഴ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. എന്താ പറയാ, ആലപ്പുഴയിൽ എപ്പോഴും ഒരു വ്യക്തിപ്രഭാവമാണ്. ആ വ്യക്തിപ്രഭാവത്തിന്റെ നെല്ലാണ് എനിക്ക് തോന്നുന്നത് ഈ ഫുഡ് സ്ട്രീറ്റ് കടന്നുപോയത്. കാരണം സ്ഥലം MLAക്ക് ചിലപ്പം തന്റേതായിട്ടുള്ള ഒരു ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഇവിടുത്തെ സാധാരണക്കാർക്ക് പെട്ടു സത്യം ദൂരത്ത് പോകണം. അതെ അതെ അതെ, നാട്ടിലില്ല. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചായ കുടിക്കാൻ ഒരു രസമുള്ള ഒരു സ്ട്രീറ്റിൽ അതൊരു സ്ട്രീറ്റ് ഉണ്ടാക്കുന്ന നിർബന്ധമാണ്. ഒരു പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുഡ് സ്ട്രീറ്റോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായാലും നിർബന്ധമാണ്. കാരണം ഇവിടെ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നെ പണം വിനിയോഗിക്കുകയും എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ നാട് വലിയ സുന്ദരമായ ഒരു സ്ഥലമാണല്ലോ. എല്ലാവരും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനം കൂടിയാണ് ഇത്. ലൈറ്റ് ഹൗസിന്റെ അടുത്താണ് പറഞ്ഞിരുന്നത്. ലൈറ്റ് ഹൗസിന്റെയും ആ മുപ്പാലത്തിന്, എനിക്ക് തോന്നുന്നു മുപ്പാലത്തിന്റെ പണിയെന്ന് തുടങ്ങി എത്ര നാളായി, എനിക്ക് ഒരു 4-5 വർഷത്തോളം കോവിഡിന് ആ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുരോഗമനത്തിലാണ്. ഈ പണി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ആ റോഡും അവിടുത്തെ കാര്യങ്ങളും എല്ലാം സംവിധാനവും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യണം, ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. പിന്നെ എത്ര നാൾ കാത്തിരിക്കണം ഈ ഒരു ഞാൻ പറയാറില്ലല്ലോ, അതല്ല നമ്മുടെ പ്രതീക്ഷയാണ്. ഇത് രമേശ, നമ്മളെപ്പോലെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ഇത്. എല്ലാ യുവാക്കളുടെ ഒരു ചോദ്യമാണ്, എത്ര നാളാണ് ഞാൻ കാത്തിരിക്കണം. അതെ, ഓരോ ഈ സമയം കഴിയുമ്പോഴും നമ്മുടെ ലൈഫ് കഴിഞ്ഞ് പോവാണ്, അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. ഇപ്പൊ ഒരു 38 വയസ്സുള്ള ഒരാൾക്ക് നൈറ്റ് ലൈഫ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യം കൂടും. ഒരു 40 പ്രാരാബ്ദം കുറച്ചുകൂടി അവന്റെ നിലയിലേക്ക് എന്ത് ചെയ്യും, ഇടിഞ്ഞു കയറുമ്പോൾ സ്വാഭാവികം അവനെ എൻജോയ് ചെയ്യാൻ പോകാൻ സാധിക്കത്തില്ല. സത്യാവസ്ഥയാണ്, റമീസ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പം വരട്ടെ, എത്രയും വേഗം വരട്ടെ എന്ന് അതുവരെ പുറത്തു പോകും.